ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാടശേഖരങ്ങളിൽ നിന്നും മില്ലുകളിലേക്ക് നെല്ല് കയറ്റി അയക്കുന്ന ട്രക്കുകളിലും ലോറികളിലും GPS ട്രാക്കിംഗ് സംവിധാനം നിർബന്ധമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ജാഗ്രതാ സദസ്സ്. യുവചിത്രകാരനെ സഹായിക്കാനായി കലാകാരന്മാരുടെ കൂട്ടായ്മ ഓഗസ്റ്റ് 2 കോഴിക്കോട്ട് സംഗമിക്കും. രാമനാട്ടുകരയിൽ മെഗാ ഓണം ഫെയർ ഓഗസ്റ്റ് 15 മുതൽ 25 വരെ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പാടശേഖരങ്ങളിൽ നിന്ന് മില്ലുകളിലേക്ക് നെല്ല് കയറ്റി അയക്കുന്ന ട്രക്കുകളിലും ലോറികളിലും GPS ട്രാക്കിംഗ് സംവിധാനം നിർബന്ധമാക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിവിധ പാടശേഖരങ്ങളിൽ നിന്ന് സംഭരിക്കുന്ന നെല്ല് അത് ആ ലോറികളിൽ GPS സംവിധാനം വെക്കുവാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് പാടശേഖരങ്ങളിൽ നിന്ന് മില്ലിലേക്കുള്ള കൺവേയൻസ് പോകുന്ന വാഹനങ്ങളിൽ ഇപ്പോൾ GPS സിസ്റ്റം ഇല്ല. എന്നാൽ മില്ലുകളിൽ നിന്ന് ഈ പറയുന്ന റേഷൻ കടകളിലേക്കുള്ള യാത്രാമധ്യയുള്ള വാഹനങ്ങളിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു മിസ്സിംഗ് ലിങ്ക് ആണ്. അതും കൂടി ഉൾപ്പെടുത്തുക എന്നത് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിച്ചു വരുന്നു. ലോറികളിൽ GPS പ്രവർത്തിക്കുന്നുണ്ടെന്ന് മില്ലുകാർ ഉറപ്പാക്കണമെന്നും ഇതോടെ പാടശേഖരം മുതൽ റേഷൻ കടകൾ വരെയുള്ള ധാന്യ നീക്കം സമ്പൂർണമായും സർക്കാർ നിരീക്ഷണത്തിലാകുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് കൂട്ടിച്ചേർത്തു. സപ്ലൈകോ വഴിയുള്ള നെല്ല് സംഭരണവും മില്ലുകളിലേക്കുള്ള കയറ്റിയയക്കലും സുതാര്യമാക്കാനും അഴിമതി തടയാനുമാണ് നെല്ലുമരിയും കൊണ്ടുപോകുന്ന എല്ലാ ലോറിയിലും GPS ട്രാക്കിംഗ് സംവിധാനം ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലോറികളുടെ സഞ്ചാരപാത തത്സമയം നിരീക്ഷിക്കൽ, വഴിമാറ്റം തടയൽ, നെല്ല് കടത്തൽ തടയൽ, മില്ലുകളിൽ നിന്നും നെല്ല് സമയബന്ധിതമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കൽ, സഞ്ചാരം കുറ്റമറ്റതാക്കൽ തുടങ്ങിയവയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൊമേഴ്ഷ്യൽ വാഹനങ്ങളിൽ GPS നിർബന്ധമാക്കുന്ന AIS 140 മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ് ഇത് നടപ്പാക്കുന്നതെന്നും കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ മന്ത്രി അനൂപ് ജേക്കബ് വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ ആക്ഷൻ കമ്മിറ്റി ലഹരി വിരുദ്ധ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് കെ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തോഫാൻ നാർക്കോ ഹണ്ടിന് പിന്തുണയുമായി ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ജാഗ്രതാ സദസ്സ് കോസ്റ്റൽ ഇൻസ്പെക്ടർ രഞ്ജിത്ത് കെ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ബോട്ട് ഇവരെ കുറിച്ചൊരു ധാരണയില്ല. അപ്പൊ ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് ഓണേഴ്സ് അവരുടെ ബോട്ടിൽ പണിയെടുക്കുന്നതിനെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്ലാങ് ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ലഹരി ഉപയോഗം നമുക്കിവിടെ തരണമെങ്കിൽ ഈ ബോട്ട് ഓണേഴ്സ് സ്ലാങ്ങും തമ്മിലൊരു ബന്ധമുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇവിടെ ആരാണ് ഉപയോഗിക്കുന്നത്. ആ കാര്യങ്ങൾ കൃത്യമായി പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കതിൽ ഇടപെടാൻ സാധിക്കും. അപ്പൊ അത് ബോട്ട് ഓണേഴ്സ് വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളോട് ബംഗ്ലാദേശി പൗരനെയൊക്കെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ നമുക്ക് ഇത് കണ്ടെത്താനുള്ളൊരു പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് തന്നെ അവരുടെ ID കാർഡ് പരിശോധിക്കുക. DCC ജനറൽ സെക്രട്ടറി TK അബ്ദുൽ ഗഫൂർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഈ ഒരു ദുരിതപാതയിലേക്ക് ഞാൻ ഒരിക്കലും പോകില്ലെന്ന് ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നു. മനുഷ്യനെ മയക്കി ഇല്ലായ്മ ചെയ്യുന്ന ഈ പ്രവണതക്കെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും.
ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കരിച്ചാലി പ്രേമൻ അധ്യക്ഷനായിരുന്നു. കൗൺസിലർ ഷിനു പിണ്ണാണത്ത്, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ CK മനോജ്, കോസ്റ്റ് ഗാർഡ് പ്രധാനാധികാരി K ശ്രീജൻ, പോർട്ട് വാർഫ് സൂപ്പർവൈസർ AP വാമദേവൻ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഡോക്ടർ KV ജൂല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. യുവചിത്രകാരനെ സഹായിക്കാൻ ഓഗസ്റ്റ് 2-ന് ബീച്ചിൽ കലാകാരന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കും. ചിത്രകാരന്മാരുടെ ലൈവ് പെയിന്റിംഗ്, സംഗീത പരിപാടി, ചിത്രങ്ങളുടെ പ്രദർശനം എന്നിവയാണ് നടത്തുക. ഭീമമായ ഒരു ചികിത്സാ ചെലവ് വരുന്ന ഒരു ശസ്ത്രക്രിയ, സർജറി നടത്തേണ്ട ആവശ്യം ഉണ്ട്. ഷിജുവിന്റെ ഒരു ഇരട്ട സഹോദരനുണ്ട്, ഷൈജുവിന്റെ മജ്ജ അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറാണ്. ഷൈജുവിന്റെ മജ്ജയാണ് കൈമാറുന്നത്. പക്ഷേ എന്നാൽ പോലും ചികിത്സാ ചെലവും സർജറി ചെലവും ഒക്കെ അടക്കം 40 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന വലിയൊരു ചികിത്സ ആവശ്യമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിനപ്പുറത്താണ്. ആ സാഹചര്യത്തിലാണ് നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ഒരു ചികിത്സാ സമിതി ഉണ്ടാക്കുന്നത്. അപൂർവ രോഗം ബാധിച്ച് വെല്ലൂരിലെ CMC ആശുപത്രിയിൽ മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി കാത്തിരിക്കുന്ന യുവചിത്രകാരൻ കീഴരിയൂരിലെ ഷിജു കോളിക്കണ്ടിയെ സഹായിക്കാനായാണ് ഓഗസ്റ്റ് 2-ന് വൈകിട്ട് 3 മണി മുതൽ കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ കലാകാരന്മാർ ഒത്തുകൂടുന്നത്. ബീച്ചിലെത്തുന്നവരിൽ നിന്നും ഷിജുവിന്റെ ചികിത്സാ ഫണ്ടിലേക്കുള്ള പിരിവ് നടത്തുമെന്ന് സാംസ്കാരിക പ്രവർത്തകരുടെ സഹായ സമിതി ഭാരവാഹികളായ MG ബൽരാജും സിറാജ് ചെങ്ങോട്ടുകാവും അറിയിച്ചു. പരിപാടി മേയർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. ഷിജുവിന്റെ മജ്ജ മാറ്റിവെക്കുന്നതിനായി 40 ലക്ഷം രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ഈ തുക ഷിജുവിന്റെ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തതായതിനാൽ നാട്ടുകാർ ഷിജു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. കേരള ഗ്രാമീണ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി. 4031101088 എന്നതാണ് അക്കൗണ്ട് നമ്പർ. KLGB 00402223 എന്നതാണ് IFSC കോഡ്. ഗൂഗിൾ പേ ആയി 85 90 88 75 63 എന്ന നമ്പറിലേക്കും ചികിത്സാ ധനസഹായം അയക്കാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാമനാട്ടുകരയിൽ മെഗാ ഓണം ഫെയർ ഓഗസ്റ്റ് 15 മുതൽ ആരംഭിക്കും. രാമനാട്ടുകര ട്രേഡ് സെന്ററിലാണ് 15 മുതൽ 25 വരെ മെഗാ ഓണം ഫെയർ നടക്കുക. നഗരസഭയും കുടുംബശ്രീ CDSും ചേർന്നാണ് ഓണം ഫെയർ സംഘടിപ്പിക്കുന്നത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ വ്യാപാര സാംസ്കാരിക മേളയാണ് ഇത്തവണ രാമനാട്ടുകര നഗരസഭ ഒരുക്കുന്നത്. 12,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന പന്തലിൽ 100-ലേറെ സ്റ്റാളുകൾ പ്രവർത്തിക്കും. കുടുംബശ്രീ യൂണിറ്റുകളുടെ 35 സ്റ്റാളുകൾക്ക് പുറമെ രാമനാട്ടുകരയിലെ തിരഞ്ഞെടുത്ത സംരംഭകരുടെയും ഉൽപാദകരുടെയും വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണനവും മേളയുടെ ഭാഗമാകും. പ്രത്യേക നഴ്സറി ഫ്ലവർ സ്റ്റാളിനൊപ്പം കൃഷി ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, ഭക്ഷണ വിഭവങ്ങൾ, ഗാർഹിക ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഓണാഘോഷങ്ങൾക്കാവശ്യമായ എല്ലാം ഒരേ സ്ഥലത്ത് ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് നഗരസഭ അധികൃതർ പറഞ്ഞു. ഓഗസ്റ്റ് 15-ന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ മേളയ്ക്ക് തുടക്കമാകും. കുടുംബശ്രീയുടെ സ്വയം തൊഴിൽ സംരംഭകത്വ പ്രോത്സാഹനത്തിന്റെയും പ്രാദേശിക ഉൽപ്പന്ന വിപണനത്തിന്റെയും ഭാഗമായാണ് മേള സംഘടിപ്പിക്കുന്നതെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷൻ MK മുഹമ്മദ് അലി കല്ലട, സെക്രട്ടറി P ശ്രീജിത്ത്, കുടുംബശ്രീ അധ്യക്ഷ M ബീനപ്രഭ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ,
ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. കുറഞ്ഞ വിലയിൽ മികച്ച നിലവാരമുള്ള വസ്ത്രങ്ങൾ തേടുകയാണോ നിങ്ങൾ? എങ്കിൽ കോഴിക്കോട് CSI ഹാളിൽ നടക്കുന്ന വമ്പൻ വസ്ത്ര ഹാൻഡ്ലൂം മേളയിലേക്ക് സ്വാഗതം. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ടോപ്പുകൾ, മോഡൽ സിൽക്ക് സാരികൾ, കൈത്തറി വസ്ത്രങ്ങൾ, ബോഡി കുർത്ത, സ്യൂട്ട് പീസുകൾ, ഒഡീഷ സാരികൾ, ബംഗാളി സാരികൾ തുടങ്ങി നിരവധി മനോഹരമായ ഡിസൈനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ജയ്പൂർ സ്റ്റോൺ ജ്വല്ലറി, മസ്ലിൻ സാരികൾ, ബെഡ്ഷീറ്റ് തുണികൾ, കുഷൻ കവറുകൾ, കർട്ടനുകൾ, സോഫ കവറുകൾ എന്നിവയും പ്രത്യേക ആകർഷണങ്ങളാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഓഫർ വില. ദിവസവും രാവിലെ 10:30 മുതൽ 9 വരെ മേള സന്ദർശിക്കാം. CSI ഹാൾ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്ക് 8095688238 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. CSI ഹാളിലെ വസ്ത്ര ഹാൻഡ്ലൂം മേള ഓഗസ്റ്റ് 2 വരെ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഇന്ധന വർധനവ് പിൻവലിക്കണമെന്നും ഓട്ടോ ടാക്സി നിരക്ക് പരിഷ്കരിക്കണമെന്നും NJTUC മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ നേതൃ കൺവെൻഷൻ കോഴിക്കോട്ട് നടന്നു. NJTUC മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ സംയുക്ത മുന്നണി കോഴിക്കോട് ജില്ലാ നേതൃത്വ കൺവെൻഷൻ പുതിയറ ജനശക്തി ഭവൻ ഹാളിൽ നടന്നു. പൊതുവാഹനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനം വിതരണം ചെയ്യുക, തൊഴിലാളി ദ്രോഹ ലേബർ കോഡ് പിൻവലിക്കുക, മോട്ടോർ തൊഴിലാളികൾക്ക് ESI പരിരക്ഷ ഉറപ്പുവരുത്തുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷനിൽ സർക്കാരിനോട് ഉന്നയിച്ചു. ജനശക്തി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിൽ 12 സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളി യൂണിയൻ എന്നുള്ള തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലുണ്ടാവും. അതിനുവേണ്ടി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ബാബു അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി മധുസൂദനൻ, സഹർ ബാൻ അടിവാരം, കലാം കുന്നമംഗലം, സുനിൽ കൈനാട്ടി, അക്ഷയ് വടകര, സതീഷ് സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. സതീശൻ കൊയിലാണ്ടി, അനീഷ് ചേവായൂർ, ഷാജി വടകര തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കി. ഡോക്യുമെന്ററിയുടെ പ്രകാശനം വനം വകുപ്പ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ R. കീർത്തി നിർവഹിച്ചു. കണ്ടൽ വൈവിധ്യങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് തയ്യാറാക്കിയ വിദ്യാഭ്യാസ ഡോക്യുമെന്ററി വനം വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം ഉത്തരമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ R. കീർത്തി പ്രകാശനം ചെയ്തു. സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ K. നീതു സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇവിടെ കാണുന്ന പ്രധാന കണ്ടൽ ഇനങ്ങൾ. തഴച്ചു വളരുന്ന ഭ്രാന്തൻ കണ്ടലിന്റെ പച്ചപ്പ് ആരുടെയും ഹൃദയത്തെ ആകർഷിക്കും. അതിമനോഹരമായ നക്ഷത്ര ആകൃതിയിൽ തന്നെയുള്ള കായകളോടുകൂടിയ നക്ഷത്ര കണ്ടൽ നോക്കൂ. നിങ്ങളോടും എൻ്റെ കർഷകമായി ഈ കാണുന്നതാണ് കണ്ടൽ ചെടിയുടെ വേരുകൾ. ആഴം കുറഞ്ഞും വളക്കൂറുള്ളതും. വൊക്കേഷണൽ അധ്യാപിക M. ആയിഷ സജ്ന അധ്യക്ഷയായിരുന്നു. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ CK മനോജ്, സ്കൂൾ പ്രിൻസിപ്പൽ A. അരുൺ, NSS പ്രോഗ്രാം ഓഫീസർ M. റീഷ്മ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഡോക്ടർ K. വിജുല എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. മാസ് മീഡിയ ട്രസ്റ്റ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 6ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വിവിധ മേഖലകളിലെ പ്രഗത്ഭർക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്.
അരനൂറ്റാണ്ടുകാലത്തെ പത്രപ്രവർത്തന രംഗത്തെ സേവനം പരിഗണിച്ച് ഡോക്ടർ MP പത്മനാഭൻ പ്രവാസികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പരിഗണിച്ച് പ്രമുഖ പ്രവാസി എഴുത്തുകാരൻ ആറ്റക്കോയ പള്ളിക്കണ്ടി സാഹസികമായ ഹിമാലയൻ യാത്രകളും യാത്രാവിവരണ ഗ്രന്ഥങ്ങളും വിലയിരുത്തി ആചാര്യ സുരേഷ് യോഗി 3 പതിറ്റാണ്ടുകാലത്തെ പ്രാദേശിക പത്രപ്രവർത്തന രംഗത്തെ സേവനം കണക്കിലെടുത്ത് കരുണൻ വൈകുണ്ഠം, മനുഷ്യാവകാശ പ്രവർത്തന രംഗത്ത് നിരവധി ബഹുമതികളും അംഗീകാരങ്ങളും നേടിയ KT അരവിന്ദാക്ഷൻ, ദൃശ്യമാധ്യമ രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് രാഹുൽ മക്കട എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ. മാസ് മീഡിയ ട്രസ്റ്റിന്റെ ശില്പവും പ്രശംസാപത്രവും അടങ്ങുന്ന പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 30 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സമർപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മാധ്യമപ്രവർത്തകർക്കുപരി സമൂഹത്തിലെ പല വിഭാഗത്തിൽപ്പെട്ട അഗതികൾക്കും മറ്റും സഹായങ്ങൾ നൽകുക എന്നതെല്ലാം തന്നെ ട്രസ്റ്റ് ചെയ്തു വരുന്നുണ്ട്. അതുപോലെ പരിസ്ഥിതി സംരക്ഷണം, വനവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലും ട്രസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. മാധ്യമരംഗത്തുള്ളവരെ ആദരിക്കുക എന്നത് ട്രസ്റ്റിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായതുകൊണ്ടാണ് ഇവിടെ ട്രസ്റ്റ് പുരസ്കാരങ്ങൾ നൽകി മാധ്യമ പ്രവർത്തകരെയും മറ്റുള്ളവരെയും ആദരിക്കുന്നത്. തുടർന്ന് AI കാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KF ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടക്കും. അവാർഡ് ജൂറി കമ്മിറ്റി അംഗങ്ങളായ KF ജോർജ്, വേണു താമരശ്ശേരി, ട്രസ്റ്റ് ചെയർമാൻ രാമകൃഷ്ണൻ തിരുവാലിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. കുറഞ്ഞ വിലയിൽ മികച്ച നിലവാരമുള്ള വസ്ത്രങ്ങൾ തേടുകയാണോ നിങ്ങൾ? എങ്കിൽ കോഴിക്കോട് CSI ഹാളിൽ നടക്കുന്ന വമ്പൻ വസ്ത്ര ഹാൻഡ്ലൂം മേളയിലേക്ക് സ്വാഗതം. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ടോപ്പുകൾ, മോഡൽ സിൽക്ക് സാരികൾ, കൈത്തറി വസ്ത്രങ്ങൾ, ബോഡി കുർത്ത, സ്യൂട്ട് പീസുകൾ, ഒഡീഷ സാരികൾ, ബംഗാളി സാരികൾ തുടങ്ങി നിരവധി മനോഹരമായ ഡിസൈനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ജയ്പൂർ സ്റ്റോൺ ജ്വല്ലറി, മസ്ലിൻ സാരികൾ, ബെഡ്ഷീറ്റ് തുണികൾ, കുഷൻ കവറുകൾ, കർട്ടനുകൾ, സോഫ കവറുകൾ എന്നിവയും പ്രത്യേക ആകർഷണങ്ങളാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഓഫർ വില. ദിവസവും രാവിലെ 10:30 മുതൽ 9 വരെ മേള സന്ദർശിക്കാം. CSI ഹാൾ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്ക് 8095688238 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. CSI ഹാളിലെ വസ്ത്ര ഹാൻഡ്ലൂം മേള ഓഗസ്റ്റ് 2 വരെ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സംഗീത സംവിധായകൻ ജോൺസണിന്റെ സ്മരണയിൽ വാർമുകിൽ ഫൗണ്ടേഷൻ ശ്രദ്ധാഞ്ജലി ഒരുക്കി. മൗന സരോവരം എന്ന പരിപാടി അധ്യാപകൻ ഹക്കീം പുൽപ്പറ്റ ഉദ്ഘാടനം ചെയ്തു. ഗായകരുടെയും സംഗീതജ്ഞരുടെയും സംഗീതാസ്വാദകരുടെയും കൂട്ടായ്മയായ വാർമുകിൽ ഫൗണ്ടേഷൻ
മൗന സരോവരം എന്ന ശീർഷകത്തിൽ സംഗീത സംവിധായകൻ ജോൺസൺ ശ്രദ്ധാഞ്ജലി സംഘടിപ്പിച്ചു. 20 ഗാനങ്ങൾ ആലപിച്ചു. ഹക്കീം പുൽപ്പറ്റ ഉദ്ഘാടനം ചെയ്തു. മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ഗായകൻ നിതീഷ് കാർത്തിക്കിന് വാർമുകിൽ എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു. സംഗീത സംഘാടക രംഗത്ത് മികവ് തെളിയിച്ച ഡോക്ടർ ഗിരീഷ് കുമാർ, എം നംഷീദ്, താഹിറ മുജീബ്, ജെ ഉദയരാജ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. പരിപാടിക്ക് വാർമുകിൽ ചെയർമാൻ AV റഷീദ് അലി അധ്യക്ഷത വഹിച്ചു. KP മുഹമ്മദ് അസ്ലം, സുനിൽ കക്കോത്ത്, VM ശശികുമാർ, K ശരത് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ശ്രദ്ധാഞ്ജലിക്ക് ശേഷം വാർമുകിൽ ഗായകർ വിവിധ ഭാഷകളിലെ ഗാനങ്ങളും ആലപിച്ചു. മൗനത്തിൻ ഇടനാഴി ഒരു ജാലകം ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേക്കേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് നോർത്ത് മണ്ഡലം കൺവെൻഷൻ കോഴിക്കോട്ട് നടന്നു. ബേക്കർ ചെയർമാൻ മക്ബൂൽ ഉദ്ഘാടനം നിർവഹിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് നോർത്ത് മണ്ഡലം കൺവെൻഷൻ മാവൂർ റോഡ് കാലിക്കറ്റ് ടവറിൽ നടന്നു. അഫ്സൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബേക്കർ ചെയർമാൻ മഖബൂൽ ഉദ്ഘാടനം നിർവഹിച്ചു. ബേക്കർ കൺവീനർ ജുനൈസ് AK മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് നോർത്ത് ഫുഡ് സേഫ്റ്റി ഓഫീസർ S ലതിക ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജില്ലാ വ്യവസായ വകുപ്പ് റിസോഴ്സ് പേഴ്സൺ AV ഗായത്രി വ്യവസായ വകുപ്പിൽ നിന്നും ബേക്കറി സംരംഭകർക്ക് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സലാം, മണ്ഡലം ഇൻചാർജ് പ്രബീഷ്, ജിഷ്ണു, രഞ്ജിത്ത്, നൌഫൽ, പ്രദീപ്, മുസ്തഫ, ഹസീബ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗണേശ സാധനാ കേന്ദ്രത്തിൽ ശ്രീ ലളിത മഹായജ്ഞത്തോടെ ഗുരുപൂർണിമ മഹോത്സവം ആചരിച്ചു. വിവിധ വൈദിക താന്ത്രിക ചടങ്ങുകളും നടന്നു. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ഗുരുപൂർണിമ മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ശ്രീചക്ര മഹാപൂജ, ഗുരുപൂജ, ശ്രീമംഗള ശതചണ്ഡിക യജ്ഞം, സുവാസിനി പൂജനം, ശ്രീബാല മഹാഗണപതി, മാതങ്കി, വരാഹി, ലളിത ഹോമങ്ങൾ എന്നിവ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നു. മഹാപ്രസാദ വിതരണത്തോടെ മഹോത്സവത്തിന് സമാപനമായി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഗുരുപൂർണിമ അനുഗ്രഹം സ്വീകരിച്ചു. ചടങ്ങുകൾക്ക് ഗണേശ സാധനാ കേന്ദ്രത്തിലെ ഉപാസകർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാടശേഖരങ്ങളിൽ നിന്നും മില്ലുകളിലേക്ക് നെല്ല് കയറ്റി അയക്കുന്ന ട്രക്കുകളിലും ലോറികളിലും GPS ട്രാക്കിംഗ് സംവിധാനം നിർബന്ധമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ജാഗ്രതാ സദസ്സ്. യുവചിത്രകാരനെ സഹായിക്കാനായി കലാകാരന്മാരുടെ കൂട്ടായ്മ ഓഗസ്റ്റ് 2-ന് കോഴിക്കോട്ട് സംഗമിക്കും. രാമനാട്ടുകരയിൽ മെഗാ ഓണം ഫെയർ ഓഗസ്റ്റ് 15 മുതൽ 25 വരെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.